കാലടി സംസ്കൃത സർവകലാശാലയിലെ അനിശ്ചിതകാല സമരം കടുപ്പിക്കാൻ SFI. അധ്യാപകരുടെ കുറവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയും ഉൾപ്പെടെ 18 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് 3 ആഴ്ചയായി സമരം തുടരുന്നത്. കഴിഞ്ഞ ദിവസം ശവമഞ്ചം ചുമന്ന് നടത്തിയ പ്രതിഷേധം വിവാദമായിരുന്നു. VC-ക്കെതിരായ സമരമല്ലെന്നും തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ ലൈറ്റുകളുടെ ശവമഞ്ചമാണ് ചുമന്നതെന്നുമാണ് SFIയുടെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. അർജുൻ മട്ടന്നൂരാണ് ചേരുന്നത്. അർജുൻ, ഏറ്റവും ബേസിക് ആയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തുന്ന ആവശ്യമാണ്. അതിലിപ്പോൾ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഇനി എന്താണ് തീരുമാനമുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം തുടർ സമരം, അതിൽ നിന്ന് വിദ്യാർത്ഥികൾ ഒരു പടി മുന്നോട്ടില്ല. അവരുടെ സമര രീതി ഇനി എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് റോഷ്നി, ശ്രുതി. അതായത് കാലടി സർവകലാശാലയിലെ സമരം അത് സംസ്ഥാനത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി മാറുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 ആഴ്ചയായി കാലടി സർവകലാശാലയിൽ SFI സമരം നടത്തുകയാണ്. ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കുക, അതോടൊപ്പം തന്നെ ഈ ഫെലോഷിപ്പുകളും ഗ്രാന്റുകളും കൃത്യമായി തന്നെ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ, അത്തരത്തിൽ 18 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SFI സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് SFI ഇതുമായി ബന്ധപ്പെട്ട ശവമഞ്ചം ചുമന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടി നടത്തിയത്. പക്ഷേ അത് തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിലെ സ്പോട്ട് ലൈറ്റുകൾ തകരാറിലായതാണെന്നും ആ ലൈറ്റുകളുടെ ശവമഞ്ചമാണ് ചുമന്നത് എന്നുമാണ് SFIയുടെ വിശദീകരണം. പക്ഷേ ചില മാധ്യമങ്ങളിൽ അത് വൈസ് ചാൻസലറുടെ ശവമഞ്ചമാണ് എന്ന തരത്തിൽ വാർത്തകൾ വരികയും ചെയ്തു. വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരമൊരു ആരോപണം ഏറ്റവും ശക്തമാക്കുന്നത് അത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് മന്ത്രിമാരുമാണ്. എന്തായാലും ഇന്നലെ വൈകിട്ട് ഗവർണറും ഈ വിഷയത്തിൽ നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ എല്ലാ VC-മാരും ഇതിനെതിരെ സംയുക്തമായി കത്തെഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ തന്റെ അതൃപ്തി നേരിട്ട് അറിയിക്കുകയും ചെയ്തു. അടിയന്തരമായ നടപടിയെടുക്കണം, ഈ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കണം എന്നീ ആവശ്യങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശനോട് ഗവർണർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സ്ഥിരം VC എന്ന ആവശ്യമടക്കം നേരത്തെ ഉന്നയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 10 വർഷം ചെയ്യാത്ത കാര്യം പിന്നീട് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ SFI അത്തരമൊരു ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നു എന്നതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ അടക്കം ആരോപണം. എന്തായാലും ഒരു ഭാഗത്ത് SFI സമരം ശക്തമാക്കുന്നു, അതേസമയം ഗവർണർ അതിൽ നടപടി വേണമെന്നാവശ്യപ്പെടുന്നു. ഇനി സർക്കാർ എന്ത് തീരുമാനിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. സർക്കാർ ഇതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും SFI സമരവുമായി മുന്നോട്ടാണ്.